ഹായ് ഫ്രണ്ട്സ്, എല്ലാം ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ ഒരു വീഡിയോ ഇട്ടിട്ട്, നമ്മൾ ഒരു 7-8 മാസമെങ്കിലും ആയിക്കാണും ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു MG കോമറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് കാറാണ്, EV കാറാണത്. MGയുടെ ഒരു ഇന്ത്യയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള EV കാറാണ്. അപ്പോൾ നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ 6-7 മാസമായി, 11,600 കിലോമീറ്റേഴ്സ് ഓടി. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിരിക്കും നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭയങ്കര അറ്റൻഷനാണ്. ഈ വണ്ടിക്ക് എവിടെ ചെന്നാലും വണ്ടിക്ക് ഭയങ്കര അറ്റൻഷനാണ്. ആൾക്കാർ നോക്കും, ആൾക്കാർ ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ ഇതെന്താണ് ഈ ഒരു ബോഡി ഷേപ്പ് കാരണം ആൾക്കാർ ശ്രദ്ധിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ലുക്സ് സബ്ജക്റ്റീവാണ്. ചിലർക്ക് ഈ ലുക്സ് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഈ ലുക്സ് ഇഷ്ടപ്പെടാതിരിക്കാം. എനിക്കും ആദ്യമേ ഈ വണ്ടിയുടെ ലുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഓഡ് ലുക്കിംഗ് ആയിട്ട് തോന്നി. പക്ഷേ ഈ വണ്ടി വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കെന്താ പറയുക, നമ്മളറിയാതെ ഈ വണ്ടിയിലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. ആ രീതിയിലാണ് MG ഇതിനെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിലോട്ടൊക്കെ പറയുമ്പോൾ ഇവിടെ നമുക്കൊരു വൈറ്റ് സ്ട്രിപ്പുണ്ട്, ഒരു ലൈറ്റ് സ്ട്രിപ്പുണ്ട്. ഇവിടെ ഈ മോർസ് കാരേജൊക്കെ അതൊക്കെ നമുക്ക് ആക്സസറീസിൽ ആഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇത് LED ഹെഡ് ലാമ്പ്സാണ് വരുന്നത്. ഭയങ്കര നല്ലൊരു ബ്രൈറ്റ്നെസ്സാണ് ഈ വണ്ടിയുടെ ഹെഡ് ലാമ്പ്സ് എന്ന് പറയുന്നത്. രാത്രിയിലൊക്കെ അത്യാവശ്യം ഒരു നോർമൽ കാറിനേക്കാളും നമ്മുടെ കിയ സെൽറ്റോസ് പോലത്തുള്ള വണ്ടികളെക്കാളും നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റേനേക്കാളും നമുക്കൊരു നൈറ്റിലെ വിസിബിലിറ്റി അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇത് LED ഹെഡ് ലാമ്പ്സാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഒരു വണ്ടികളിലും ഇല്ല, ടാറ്റ ടിയാഗോയിൽ പോലും ഇല്ല. അപ്പോൾ അതാണ്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ചാർജിങ് പോർട്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ് ഇല്ല, നോർമൽ ചാർജിങ് ആണ്. അപ്പോൾ അത് ഞാൻ വഴി പറയാം. ഈ ഒരു ലോക്കൽ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇല്ലുമിനേറ്റ് ചെയ്യും കേട്ടോ. അത് ഭയങ്കര രസമാണ്, രാത്രിയിൽ കാണാൻ നല്ല രസമാണ്. നമ്മുടെ കീ ലോക്ക് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഇല്ലുമിനേഷൻ ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ സൈഡ് പോർഷനിലോട്ട് വരുമ്പോൾ കണ്ടില്ലേ, ഒരു ഭയങ്കര മൈക്രോ കാർ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഭയങ്കര രസമാണ് സൈഡിൽ നിന്ന് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര കോമ്പാക്റ്റാണ് ഈ വണ്ടിയുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. എങ്ങും കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ബോഡി ക്വാളിറ്റിയിലോ ഒന്നും ചെയ്തിട്ടില്ല. കണ്ടില്ലേ, ഇതൊക്കെ ബോഡി നല്ലൊരു ഈ ഒരു ക്രോമിയം സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു സൈഡ് മിറേഴ്സൊക്കെ വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഓട്ടോമാറ്റിക് ഫോൾഡിങ് അല്ല. പിന്നെ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു വിക്കറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ഈ ഒരു ടൈപ്പ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറക്കുമ്പോൾ തന്നെ അവിടെ ഇൻഫോർടൈൻമെൻറ്റ് ഓണായി. അതാണ് ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത. പിന്നെ എൻ്റെ ടെയിൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, കണക്റ്റഡ് ടെയിൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ രാത്രിയിൽ കാണുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു EV എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇൻ്റർനെറ്റ് കാറാണ്. ബേസിക്കലി ഇതൊരു ഇൻ്റർനെറ്റ് കാറാണ്. ഇൻ്റർനെറ്റ് eSIM സപ്പോർട്ടുള്ള കാറാണിത്. ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. കാരണം ഇത്രയും കോമ്പാക്ട് സൈസിൽ ബൂട്ട് സ്പേസ് നമുക്ക് പറയാനൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതൊരു പെർഫെക്റ്റ് ഒരു സിറ്റി കാർ വണ്ടി മാത്രമാണ്, സിറ്റി ഷട്ടിൽ കാറിന് വേണ്ടി മാത്രമാണിത്. സോ ഇതിനകത്ത് കോമ്പാക്ട് സ്പേസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ ആ ഒരു കോമ്പാക്ട്നെസ്സിന് വേണ്ടി ബൂട്ട് സ്പേസ് ഇച്ചിരി കുറച്ചിട്ടുണ്ടായാലും ബൂട്ട് സ്പേസ് ഇല്ല. പിന്നെ നമുക്ക് സാധനങ്ങൾ വെക്കണമെങ്കിൽ അതുകൊണ്ട് സീറ്റ് മടക്കി വെക്കുക, അതൊക്കെ. പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് ഫ്രണ്ട് സീറ്റിൻ്റെ താഴെ തന്നെ നമുക്ക് അത്യാവശ്യം ലഗേജൊക്കെ വെക്കാവുന്നതാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ടെയിൽ ലാമ്പ്സ് ഉണ്ടോ, ഈ ടെയിൽ ലാമ്പ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാനിവിടെ തുറന്ന് വെച്ചേക്കോ. അപ്പോൾ ഇന്ന് രാത്രിയിലൊക്കെ വരുന്നവർക്ക് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ടെന്ന് ഒരു സിഗ്നലായിട്ട് ഈ ഒരു ലൈറ്റ് ഓണായി കിടക്കും. ഞാനിത് അടയ്ക്കുമ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പ്സ് ഞാൻ ഹെഡ് ലൈറ്റ്സ് ഓൺ ചെയ്തില്ല, കാണിച്ചാൽ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ടെയിൽ ലാമ്പ്സ് ഓണാണ് കണ്ടോ. ഓക്കെ, കണ്ടോ, ആ ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ. അത് നല്ല അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. പിന്നെ ഇവിടെ ഇലക്ട്രിക് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടയറാണ്, ഇവിടെ ഒരു 12 ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇവിടെ ബോണറ്റ് ഇവിടെ ബോണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു റീഫില്ലിങ് മറ്റേ ഇതുണ്ടല്ലോ, ഫ്ലൂയിഡ് റീഫില്ലിങ്, അതുപോലത്തെ ഉള്ള വൈപ്പർ ഫ്ലൂയിഡ്, അതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റാണിത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് വണ്ടി നോക്കാം. ഓക്കെ ലോക്ക്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ദൂരോട്ട് വരാൻ നോക്കാം. കണ്ടോ? അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രീമിയം എക്സ്പീരിയൻസ് ഉള്ള ഇൻറ്റീരിയറാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഇൻറ്റീരിയറാണ്. കാരണം വെച്ചാൽ ഒരു പ്രീമിയം ലെവൽ ഓഫ് നമ്മുടെ ഒരു മെഴ്സിഡീസിൻ്റെയും BMW ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ഇൻറ്റീരിയറാണ് വരുന്നത്. കാരണം വെച്ചാൽ ഒരു സിംഗിൾ പാനൽ ഒരു സ്ക്രീനാണ് വരുന്നത്. കാരണം വെച്ചാൽ ഈ സ്പീഡോമീറ്ററിൻ്റെയും ഈ ഒരു മീഡിയ സ്ക്രീനും ഒറ്റ പാനലിലാണ് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, ഈ ഒരു മെറ്റീരിയൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. കണ്ടില്ലേ, ഒരു ടൈപ്പ് ഓഫ് ഈ ഡോ പാഡിലൊക്കെ ഉള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, ഭയങ്കര പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. ബേസിക്കലി ഇൻറ്റീരിയർ നല്ലതാണ്, പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സ്റ്റോറേജ് സ്പേസസ് കുറവാണ്, ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട്, കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പോലും ഒരു സ്ഥലം വരുന്നില്ല. അതെന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പോലുള്ള സ്ഥലം തരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള പോക്കറ്റാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു ഫോണ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈസ് ടോപ്പ് ക്വാളിറ്റി. പിന്നെ ഈ കണ്ടില്ലേ, ഈ ഡോറിൻ്റെ ഈ നോബൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലെവൽ ഓഫ് ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഈ ഡോറിനൊക്കെ നല്ല എന്തൊരു സ്ട്രോങ് എന്നറിയാം. ഡോറൊക്കെ നല്ല സ്ട്രോങ് ആണ്. ആ കാര്യത്തിൽ MG ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഫീച്ചർ MGയുടെ ബാക്കിയുള്ള എല്ലാ വണ്ടികളിലും ഉള്ള ടൈപ്പ് ഓഫ് ഒരു ഫീച്ചറാണ്. ഓക്കെ, ഹലോ MG, ടേൺ ഓഫ് AC. AC has been turned off. AC ഓഫ് ആയി. ഓക്കെ, ഹലോ MG, I'm listening. set the temperature to minimum. It is currently in the setting you requested. Okay, hello MG, I'm listening. set the fan speed to maximum. Your request has been processed. കണ്ട, ഫാൻ സ്പീഡ് കൂടിയതുണ്ടോ? ഹലോ MG, ഹലോ MG, ഇവിടെ പറഞ്ഞു I'm listening. ടേൺ ഓഫ് AC. AC has been AC turned off. off. പിന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. I'm listening. How are you? Today was exciting. I'm listening. What's your name? My name is Angie. Nice to meet you. കണ്ടോ? പിന്നെ ഇതിനകത്ത് വയർലെസ് ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആൻഡ്രോയിഡ് ആണുള്ളത്. മിക്ക കാറുകളിലും എല്ലാം വയേർഡാണ്, പക്ഷേ ഇത് വയർലെസ് ആണ് വരുന്നത്. അത് നല്ലൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. നമുക്ക് മാപ്പ് കാര്യങ്ങളൊക്കെ വയർലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഇതൊരു ഓട്ടോ ഡിമിങ് മിറർ അല്ല, മാനുവൽ ഡിമിങ് ആണ്. പിന്നെ ഇവിടെ കണ്ടില്ല, 2 സൈഡ് വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഇത് അങ്ങനെയുള്ളൊരു 4 person കാറല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സ്ട്രിക്ട്ലി ഫോർ 2 person. എന്ന് വെച്ചാൽ ഒരു 2 person കാറാണ്. എന്ന് വെച്ചാൽ ഒരു മാക്സിമം പോയ 3, എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു കുട്ടി, ആ രീതിയിലാണ് ഇത്. ബാക്ക് സീറ്റ് കുട്ടികൾക്കാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഇതൊരു പ്രോപ്പർ 4 seater അല്ല ഇത്. ബേസിക്കലി ഇതൊരു കംഫർട്ടബിളി 2 പേർക്ക് കംഫർട്ടബിളി ഇരുന്ന് പോവാം. അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഡോർ പാനൽ, നമ്മുടെ ആ ഒരു പാനൽ കണ്ട് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു ഫീലുണ്ട്. എയർക്രാഫ്റ്റിൻ്റെ വിൻഡോസൊക്കെ ആ ഒരു ഫീലുണ്ട്. പിന്നെ ഇതിനകത്തെ കിലോമീറ്റേഴ്സ്, നമുക്കൊരു ഫുൾ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റേഴ്സ് കിട്ടും? അപ്പോൾ ഫുൾ ചാർജ് ചെയ്താൽ എൻ്റെ ഒരു യൂസ് കേസിലാണെങ്കിൽ 200 kilometers നമുക്ക് കിട്ടുന്നുണ്ട്. 200 kilometers എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചെന്ന് വെച്ചാൽ നെഗറ്റീവ് വെച്ചാൽ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നതൊരു നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ കാര്യത്തിൽ അത് നെഗറ്റീവ് അല്ല. കാരണം വെച്ചാൽ എനിക്കതിൻ്റെ കാര്യമില്ല. എന്ന് വെച്ചാൽ ഒരു ഡെയിലി യൂസ് ചെയ്യുന്നു, വൈകിട്ട് കൊണ്ട് കുത്തിയിടുന്നു. 200 km നമുക്ക് ആ ഒരു യൂസ് കേസേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യത്തിലൊരു ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
എന്തോ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടും അതിൻ്റെ ആവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം ആ രീതിയിലുള്ള ഓട്ടോ അല്ലെങ്കിൽ ഒരു 100-300 കിലോമീറ്റർ സ്ട്രൈറ്റ് റോഡ് ലോങ് പോകുന്നുള്ള ഒരു ഓട്ടോ ഇല്ല. ഡെയിലി ഒരു 100 കിലോമീറ്റേഴ്സ് താഴെ പോയി വരുന്ന രീതിയിൽ അന്ന് തന്നെ പോയി വരുന്ന രീതിയിലുള്ള ഒരു ഓട്ടമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് കണ്ടേ നമുക്ക് മൾട്ടിമീഡിയ ഇൻ്റർഫേസ് തന്നെ ഹെവി ഇത് കണ്ടോ 3 ലെവൽസാണ് ഇതിൻ്റെ ഒരു ഈ റീജനറേഷൻ എന്ന് പറയുന്നത്. റീജനറേഷൻ, ഹെവി, നോർമൽ, ലൈറ്റ്. അപ്പോൾ അത് നമുക്ക് റീജനറേഷൻ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ല ഇറക്കത്തിലൊക്കെ ആകുമ്പോൾ ചാർജർ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതാണ് കണ്ട് ഇവിടെയാണ് നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. 76% ചാർജ് ഉണ്ട്. 152 കിലോമീറ്റേഴ്സ് അതിനകത്ത് ഓടും. പിന്നെ ഉണ്ട് ഓഡോമീറ്റർ ഉണ്ട്. കണ്ടോ ഇത് നമുക്ക് ഇത് നമ്മുടെ ഡ്രൈവ് മോഡ്സ് ആണ്. നോർമൽ കണ്ടോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, സ്പോർട്സ്, ഇക്കോ, നോർമൽ. കണ്ടോ ഡ്രൈവ് മോഡ്സ് ആണ് ഇതൊക്കെ. ഇക്കോയിൽ നമുക്ക് നല്ല പവർ നമുക്ക് കുറയും, പക്ഷെ അതനുസരിച്ച് നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സ്പോർട്സിൽ പറയുന്ന പോലെ കാല് കൊടുക്കുമ്പോൾ നല്ല നമുക്ക് റേഞ്ച് ഡ്രോപ്പ് ആവുന്നുണ്ട്. നോർമലിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു MG കൊമറ്റിൽ. ഇപ്പോൾ എം ജിയുടെ സർവീസൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സർവീസാണ് കിട്ടുന്നത്. നല്ലൊരു ക്വാളിറ്റി സർവീസാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ എം ജിയുടെ ഈ വാഹനങ്ങൾക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട നമുക്ക് നമ്പർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല സർവീസാണ്, അത്യാവശ്യം നല്ല സർവീസാണ് കിട്ടുന്നത്. എന്താ പറയുക, ഒരു ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ്. നമുക്ക് ഒരിക്കലും ഒരു കുറ്റം പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു MG ഇതുവരെയായിട്ടുള്ള ഒരു യൂസ് കേസ് എന്ന് പറയും. ഇപ്പോൾ ഈ പറയുന്ന EV പ്രോഫിറ്റബിൾ ആണോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി EV ഒരു പ്രോഫിറ്റബിൾ ആണ്. എന്ന് വെച്ചാൽ ഡെയിലി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്ക് EV നല്ലൊരു യൂസ് കേസാണ്. എന്താ പറയുക, ഞാനിപ്പോൾ മാസം 2000 തൊട്ട് ഫ്യൂൽ കേസിൽ എന്ന് വെച്ചാൽ മാസം ഒരു 20,000 രൂപ വെച്ച് ലാഭിക്കുന്നുണ്ട്. ഫ്യൂല് കട്ട് ചെയ്ത് EV യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോയാലും ഒരു മാസം 20,000 റുപ്പീസ് വെച്ച് നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എന്ന് വെച്ചാൽ നല്ല ഓട്ടോ ഉള്ള ഒരാൾക്ക് EV എന്തുകൊണ്ടും ഒരു പ്രോഫിറ്റബിൾ ഒരു ഓപ്ഷനാണത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം വെച്ചാൽ ഫ്യൂച്ചർ ഈസ് EV എന്നാണ് പറയുന്നത്. വെച്ചാൽ ഭാവിയിൽ ഇനി എല്ലാവരും ഈ പറയുന്ന ഫോസിൽ ഫ്യൂൽസ് എല്ലാം എന്ന് വെച്ചാൽ അവരതിൽ നിന്ന് മാറി എല്ലാവരും ഫ്ലെക്സ് ഫ്യൂൽ അതുപോലത്തെ ഉള്ള രീതിയിൽ പിന്നെ എന്തുവാ ഈ പറയുന്ന ഹൈഡ്രജൻ അല്ലെങ്കിൽ EV അതുപോലത്തെ ഉള്ള സംഭവങ്ങളോട്ട് വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇനി ഫ്യൂച്ചർ ഈസ് EV എന്നാണ് എനിക്ക് പറയാനുള്ളത്.